വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷമായിട്ട് എനിക്ക് നിരന്തരം ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇത് മാലുമേൽ, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം ഗ്രാമം എന്നറിയപ്പെടുന്ന പ്രകൃതി മനോഹരമായ ഭയങ്കര ഭംഗിയുള്ള ഒരു കുഞ്ഞൊരു സ്ഥലമാണ് മാലുമേല്. അപ്പൊ മാലുമേലിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യണേന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അത് ഒരു തവണ ചെയ്തത്, മാലുമേലിന്റെ വീഡിയോ. പക്ഷെ അന്ന് ആ വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്രയും സാറ്റിസ്ഫൈഡ് ആയില്ല എല്ലാവരും അതില്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടി ചെയ്തു. അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം എന്റെ വീടെന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയില് പുതിയകാവിലാണ് എന്റെ വീട്. അപ്പൊ മാലുമേലെന്ന് പറയുന്നത് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നതും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങള് അത് എന്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യും. മാലുമേൽ മാത്രമല്ല, ഇനിയുണ്ട് കുറെ വീഡിയോസ്. എനിക്ക് തോന്നുന്നു തഴവ, കുറ്റിപ്പുറം, അങ്ങനെ കുറെ വീഡിയോസ്, മാവേലിക്കര, കുറെ വീഡിയോസ് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തായാലും ആ വീഡിയോസ് ഒക്കെ ചെയ്യും. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും വാട്സപ്പിലും ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്തരം വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ ഇനിയും ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പൊ എന്റേതായ ഒരു അറിവിൽ ഒന്നുകൂടി പറയാണ്, എന്റെ ഒരു അറിവിൽ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതില് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മാലുമേല് അറിയാവുന്ന ആളുകളും കാണും, അറിയാത്ത ആളുകളും കാണും. അപ്പൊ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള നല്ല സൂപ്പർ സീനറി, അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നവും കാണും. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അത്രയും നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഈ ഒരു ലൊക്കാലിറ്റിയിൽ വേറെ ഇല്ലാന്ന് തോന്നുന്നു. അത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം വെള്ളവും ഒരു പച്ചപ്പും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാരും കണ്ടു നോക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള മാലുമേൽ എന്ന ഒരു കൊച്ചൊരു ഗ്രാമമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മാലുമേൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ അമ്പല മൈതാനമാണ്. അപ്പോൾ കരുനാഗപ്പള്ളി ഒരു ഏരിയയിലെ ഏറ്റവും വലിയ മൈതാനമാണ് മാലുമേൽ അമ്പലത്തിൻ്റെ മൈതാനം. അപ്പോൾ ഇവിടെയാണ് ആളുകൾ വണ്ടി പഠിക്കാൻ വരുന്നത്. ഇപ്പം സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ ആളുകൾ പഠിക്കാനായിട്ട് വരുന്ന ഒരു മൈതാനമാണ്. നമുക്കിപ്പോൾ കാണാം ആളുകളൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനായിട്ട് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാനും അവരുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഓടാനും ചാടാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ആളുകൾ വരുന്ന ഒരു മൈതാനമാണ് മാലുമേൽ മൈതാനം. ഇവിടെയൊക്കെ ഇപ്പോൾ പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 5-5:30 ആയി കാണും കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നൊരു 5:15 ഒക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ആല് കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു ആല് ഇവിടെയും ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് ആ ആല് കാണാനായിട്ട്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ നീണ്ട് പോയേക്കാണ്. അപ്പോൾ അതിനടിയിലൊക്കെ ആളുകൾ വന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒത്തിരിയും യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് എത്തി. അതായത് ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ മൈതാനം ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്
മാലുമേൽ ഭദ്രകാളി ക്ഷേത്രമാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതാണ് അമ്പലം. നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ നല്ല അടിപൊളിയായുള്ള കുറേ സ്പോട്ടുകളുണ്ട്. അപ്പം ആരും വീഡിയോ സ്കിപ്പ് അടിക്കരുത് കേട്ടോ. സ്കിപ്പ് അടിക്കാതെ തന്നെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും ലൈക്ക് അടിക്കാനായിട്ട്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഇതിന് ചുറ്റുമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മൈതാനം ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിള്ളേർ കളിച്ചതൊന്നും കാണാൻ പറ്റില്ല. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളിവിടെ നിന്ന് നോക്കുമ്പം. പിന്നെ ഇതെന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളകത്ത് കയറുന്നില്ല. ഇത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു, പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ ഞാനൊരു കല്ലിൻ്റെ പുറത്ത് കയറി നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. എനിക്ക് ഹൈറ്റ് പറ്റാത്തതുകൊണ്ട്, കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പുറത്ത് കയറി നിന്ന് എടുത്തത്. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ രണ്ട് സൈഡിലോട്ട് നമുക്കിങ്ങനെ ഓട കാണാം കേട്ടോ. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഓട പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ കുറച്ച് ഇങ്ങനെ കല്ലിട്ടേക്കാണ്. അപ്പോൾ അതുവഴി നമ്മൾ പോകുമ്പോഴത്തേക്കും കോട്ടൂർ ശ്രീ യോഗീശ്വര സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞൊരു ക്ഷേത്രം കാണാം. ഒരു കുഞ്ഞൊരു ക്ഷേത്രം, അതൊരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അതിനോട് ഈ നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ സൂര്യാസ്തമയമാണ്. നല്ല റെഡ് കളറാണ് കേട്ടോ. നമ്മുടെ ഫോണിൽ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അതുപോലെ ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു വലിയൊരു ടവർ കാണാം. ഭയങ്കര വലിയ ടവറാണ്. പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനും പപ്പയും കൂടെയാണ് വീഡിയോ എടുക്കാൻ പോയത്. അന്നേരം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുകൊണ്ടൊരു ടവർ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. എൻ്റെ കണ്ണിന് പെട്ടില്ല ഇത്രയും വലിയൊരു ടവർ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ടവർ. ഇത് നമ്മുടെ സൂര്യാസ്തമയം ഒന്നുകൂടെ എടുത്തതേ ഉള്ളൂ. അതുപോലെ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്കിങ്ങനെ ആകാശത്തോട്ട് നോക്കി നിൽക്കാൻ തോന്നും. അത്രയ്ക്കും ഭയങ്കര രസമാണ് കാണാൻ, മരങ്ങളും കിളികളും ഒക്കെ ആയിട്ട്. ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. നമ്മളിനി അമ്പലക്കുളത്തിലോട്ട് പോവാണ്. അവിടെ കുറേ കാഴ്ചകളുണ്ട്. അതെൻ്റെ പപ്പാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അമ്പലക്കുളം. ഇവിടെ ഒത്തിരി മീനുമുണ്ട്, അതുപോലെ വലിയ മീനുകളും ഉണ്ട്. അങ്ങ് ദൂരെ കിളികൾ കൂട്ടായിട്ട് പറന്നു പോവാണ് കേട്ടോ. ഇത് നമുക്കിവിടെ നിന്നാൽ ഇങ്ങനെ സ്ഥിരം കാണാവുന്ന ഒരു കാഴ്ചയാണ്. സ്ഥിരമല്ല, എന്താ പറയുക, നമുക്കിങ്ങനെ ഓരോ മിനിറ്റിലും ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടോ. കൂട്ടായിട്ട് ഇങ്ങനെ കിളികൾ പറന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി മീനുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മീനിൻ്റെയൊക്കെ സൈസ് ചെറുതായിട്ടേ തോന്നൂ, പക്ഷെ ഭയങ്കര വലിയ മീനാണ്. ഇവിടെ 50 കിലോ വരെ വലിപ്പമുള്ള വെയിറ്റുള്ള മീനുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും വലിപ്പമുള്ള മീൻ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ മീൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ വന്നപ്പം ബിസ്ക്കറ്റ് വാങ്ങിയില്ലായിരുന്നു. പിന്നെ ഞാനവിടെ നിന്നു, പപ്പ പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് അത് കൊടുത്തു കേട്ടോ എല്ലാവർക്കും മുറിച്ച്. പക്ഷേ ഒരു മീൻ, എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് പാർലേജി ബിസ്ക്കറ്റ് തിന്നാൻ ഒരു മീൻ അത്രയും വിശപ്പ് കാണും. അപ്പോൾ നമ്മളൊരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതെല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു തിന്നാനായിട്ട് കേട്ടോ. എന്ത് ഇവരിടുന്നേ എന്നിങ്ങനെ കുറേ നേരം കൺഫ്യൂഷൻ അടിച്ചൊക്കെ നിന്നു. പിന്നെ നമ്മളിടുന്ന എല്ലാ സ്പോട്ടിൽ തന്നെ കഴിക്കും. വലിയ മീനാണ് കൂടുതലും കഴിക്കുന്നത് കേട്ടോ. കുഞ്ഞൻ മീനുകൾ അവർ പേടിച്ചിട്ടായിരിക്കും അധികം അങ്ങോട്ട് കഴിക്കാറില്ല. കൂടുതലും വലിയ മീനാട്ടോ വന്ന് ടപ്പേന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് കഴിച്ചുകൊണ്ട് പോകും. ഇവിടെ നിന്നൊരു മാമൻ പറഞ്ഞു, അതായത് ഒരുപാട് മീനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മീനിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പം എന്താണെന്നറിയാൻ വയ്യ, ഇപ്പം മീൻ കുറവാണെന്ന് പറഞ്ഞു. ഇനി ചിലപ്പം മഴവെള്ളത്തിൽ പൊങ്ങി പോയതുപോലെ ആകും കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള വയൽ പ്രദേശമാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് വെബ് സീരീസിൻ്റെയും ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒത്തിരിയും വെബ് സീരീസിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ആ കുളത്തിനോട് ചേർന്നുള്ള കാവാണെന്ന് തോന്നുന്നു. അപ്പം വളരെ അടിപൊളി. ഇതെനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ചെന്ന് കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ മനസ്സിലാവത്തുള്ളൂ. ഒരു വൈകുന്നേര സമയത്തൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ വൈറലായൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ഇത് പറയട്ടെ, ഇതിനോട് ചേർന്നിട്ടുള്ള കട്ടച്ചൂളയാണ്. കട്ടച്ചൂളയെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ ഉള്ള ചെളി എടുത്തിട്ടാണ് അത് പണിയുന്നത്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതാണ് പാലം, മാലുമേൽ പാലം.
അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരുപാട് വെബ് സീരീസുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്താണ് ആളുകളിങ്ങനെ എന്താണ് 2 സൈഡിലും വെള്ളം എന്നിട്ട് അതിന് നടുക്കൂടി ഇങ്ങനെ പോകുന്ന വീഡിയോ ഒക്കെ ഒരുപാട് വൈറലായതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. വെള്ളം പൊങ്ങുന്ന സമയത്ത് അടിപൊളിയാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ സൂപ്പറാണ് കാണാൻ. ഇവിടെ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ പൊക്കത്തു നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഞാൻ അതിനകത്തോട്ട് ഞാൻ ഇറങ്ങണം. ആദ്യം വിചാരിച്ചു ഇറങ്ങേണ്ടതാണ്, പിന്നെ വിചാരിച്ചത് കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നും. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ എല്ലായിടവും കുഞ്ഞു കുഞ്ഞു ഓട പോലെയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വരുമായിരിക്കും കേട്ടോ. ഞാൻ അന്നേരം വന്നിട്ടില്ല. മഴ സമയത്ത് ഞാൻ കൂടുതലും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിൽ കാലത്തൊക്കെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇത് നല്ല രസമാണ് കേട്ടോ, അടിപൊളി. നമ്മുടെ ഒരു വെബ് സീരീസിലൊക്കെ ഈ പാൽക്കാരി പെൺകുട്ടികളൊക്കെ വരുന്നൊരു ഒക്കെ ഉണ്ടല്ലോ, കണ്ടെന്താ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിളികൾ പറന്നു പോകുന്നത്, അതിനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ നേരത്തെ കണ്ട പാലമില്ലേ, ആ പാലത്തിലോട്ടാണ് നമ്മളിനി പോകുന്നത്, മാലുമേൽ പാലം. അപ്പോൾ ആ പാലത്തിലോട്ട് പോകുന്ന സൈഡിലായിട്ടൊരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇത് ആണ് മാലുമേൽ പാലം. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് മാലുമേൽ പാലം എന്ന്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. വലിയ വണ്ടികളും കാറും ലോറിയൊക്കെ പോകുന്ന നല്ല വലിപ്പമുള്ളൊരു പാലമാണ്. അതിൻ്റെ അടുത്തായിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ നന്നായിട്ട് പോകുന്നൊരു പാലമാണ്. അപ്പോൾ നമുക്കിനി പാലത്തിൽ ചെന്നിട്ട് ഉള്ള വ്യൂസ്, പതാരം മാലുമേൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വീതിയുള്ള പാലമാണ്. അതിൻ്റെ അവിടെ ഒരു ടവറാണെന്ന് തോന്നുന്നു കേട്ടോ നിൽക്കുന്നത്, അത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇതാണ് നമ്മൾ അങ്ങ് നിന്ന് കണ്ടില്ലേ, ആ പാലമാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അങ്ങനത്തെ കാഴ്ച നോക്കാം. അപ്പം ആ കാഴ്ചയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നുകൊണ്ട് കണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ടാണ് കാണുന്നത്. എന്തായാലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഉറപ്പായിട്ട് എല്ലാവരും പറ്റുന്നവരാണെങ്കിൽ വരിക. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും വെബ് സീരീസും സേവ് ദ ഡേറ്റും ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ട് കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുക. ഇത് ഞാൻ നേരത്തെ കാണിച്ച വാട്ടർ ടാങ്ക് ആണ് കേട്ടോ, അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിപ്പം തന്നെ ഒരു ഇരുട്ടായി കേട്ടോ, പിന്നെ നമ്മൾ കൂടുതലെടുത്താലും ആ ഒരു ഇരുട്ടിലായി പോകും. അപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു അടിപൊളിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.